ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. പിശാചിന് അവകാശപ്പെട്ട സ്ഥലങ്ങളും വസ്തുക്കളുടെ മേലുള്ള പൈശാചിക സ്വാധീനവും എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള സംഭാഷണത്തിന്റെ 3-ാം ഭാഗത്തിലാണ് നമ്മൾ. ചില ആളുകൾ ആക്ഷേപിക്കുകയും നിങ്ങൾക്ക് പൈശാചിക പാതയാണ്, അഹങ്കാരമാണ്, ഇത് നിർത്തണം, എന്ത് അധികാരത്തിലാണ് നിങ്ങളിത് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോടൊക്കെ തിരിച്ച് നമ്മൾ ചോദിക്കും, ഞാൻ പറഞ്ഞ പ്രബോധനത്തിൽ എന്താണ് തെറ്റായിട്ടുള്ളത്? സഭാ പ്രബോധനത്തിന് വിരുദ്ധമായി എന്താണുള്ളത്? അപ്പോൾ പറയും, സഭയുടെ പ്രബോധനമൊക്കെ ശരിയാണ്, 100% ശരിയാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ആ വഴിയിലൂടെ യാത്രയാകുന്നത്. നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായ വഴിയുണ്ട്. വ്യക്തിപരമായ ഒരു വഴിയിലൂടെയല്ല സഭ പഠിപ്പിച്ച പ്രബോധനങ്ങളിലും സഭയുടെ പ്രവർത്തനത്തിലും പങ്കുപറ്റിയാണ് നാം വിശ്വാസികൾ എന്ന നിലയ്ക്ക് ജീവിക്കേണ്ടത്. ആ നിലയ്ക്ക് സഭയുടെ വിശ്വാസ പ്രമാണത്തെ, സഭയുടെ വിശ്വാസ പ്രബോധനത്തെ 100% അംഗീകരിച്ചുകൊണ്ടും ആ പ്രബോധനത്തെ വിശ്വാസത്തിന്റെ അടിസ്ഥാന നിലപാടായി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്ഷേപിക്കാനാണെങ്കിൽ പരിഹസിച്ച് പറയാവുന്ന എത്രയേറെ കാര്യങ്ങൾ ഈ പറയുന്നവയിലുണ്ട്. നിങ്ങൾ സംഭാഷണം ശ്രദ്ധിച്ചു നോക്കണം. നമ്മൾ ഒരിക്കൽ പോലും ഇത്തരത്തിൽ അന്ധവിശ്വാസത്തിൽപ്പെട്ട ആളുകളെ പരിഹസിക്കുന്നില്ല. കാരണം ഒരു വിശ്വാസപ്പിഴവാണ്. ആ വിശ്വാസപ്പിഴവ് അദ്ദേഹത്തെ നയിക്കുന്ന വഴികൾ തെറ്റായ പ്രബോധനങ്ങളുടെ വഴിയാണ് എന്ന കാര്യം നമ്മൾ പറയുന്നു. അത് നിങ്ങൾ വീട്ടിലൊരു കാര്യം ഉണ്ടാകുമ്പോൾ പരസ്യമായിട്ട് പറയുമെന്ന ചോദ്യം. ഇല്ല, വീട്ടിലൊരു കാര്യം ഉണ്ടാകുമ്പോൾ പരസ്യമായിട്ട് പറയില്ല. അത് വീടിനകത്താണല്ലോ. ഏതെങ്കിലും ദേവാലയങ്ങളിലോ വിശ്വാസ കൂട്ടായ്മയ്ക്കകത്തോ ഒരാൾ പറയുന്ന കാര്യത്തെ വിമർശിക്കാനായി നാം മുമ്പോട്ട് വന്നിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾക്കകത്ത് വിശ്വാസ വിരുദ്ധമായവയുണ്ടെങ്കിൽ അവയെ പൊളിച്ചു കാണിക്കേണ്ടത് വിശ്വാസി എന്ന നിലയ്ക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളതെന്ന് ചോദിച്ചാൽ അത് സഭയുടെ അധികാരമാണ്, നമ്മുടെ അധികാരമല്ല. സഭ തന്റെ അധികാരത്താൽ പ്രബോധനങ്ങളിലൂടെ നൽകിയിട്ടുള്ള തിരിച്ചറിവുകൾക്കകത്ത് ജീവിക്കാൻ വിശ്വാസികൾ എന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും കടപ്പാടുണ്ട്. ഇത് നമ്മളെല്ലാവരും പറയേണ്ട കാര്യമാണ്. അങ്ങനെ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നു. നമ്മൾ പറയുന്നത് 100% ശരിയാണെന്നും ഇതിനപ്പുറത്ത് വേറെ ഒന്നുമില്ലെന്നും നമ്മളാണ് പരമാധികാരി എന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ അഭിപ്രായം പറയുമ്പോൾ വിശ്വാസ പ്രബോധനവുമായി നമ്മൾ പറയുന്നതിന് ബന്ധമില്ലെങ്കിൽ നിങ്ങൾക്കത് പറയാം. നിങ്ങൾക്ക് ഇത്തരം പ്രഘോഷകരുടെ ജീവിതം അറിയാമെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം അത് നമ്മുടെ വിഷയമല്ലല്ലോ. ഈ പറയുന്ന ആൾക്ക് എന്നെക്കുറിച്ച് എന്തറിയാം? ഇടകേറി പരിശോധിച്ചാൽ 100 കുറവുകളുള്ള ആളുകളാണ് പ്രഘോഷകർ. ഞാൻ പ്രത്യേകിച്ച് പറയും, എൻ്റെ കാര്യത്തിൽ എനിക്ക് കുറവും പോരായ്മയുള്ള ആളാണ്. ഞാൻ നല്ലവനാണെന്നല്ല നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് സഭ പഠിപ്പിച്ച കാര്യവും ഈ പ്രഘോഷണവും തമ്മിൽ എത്രത്തോളം വൈജാത്യമുണ്ട്, അകലമുണ്ട് എന്നതിനെക്കുറിച്ചാണ്. ആ അകലം വിശ്വാസ സമൂഹത്തെ ദുഷിപ്പിക്കുന്നതാണെന്നും അത് അന്ധവിശ്വാസമാണെന്നും പറയാതിരിക്കാൻ സാധ്യമല്ല. അങ്ങനെ പറയുമ്പോൾ അതിൽ അസഹിഷ്ണുത തോന്നിയിട്ട് കാര്യമില്ല. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്ന ഒരു കുട്ടിയാണ്. കുട്ടിക്കത് പറയാം. ഒരു പൗരനെന്ന നിലയ്ക്ക് സമൂഹത്തിലുണ്ടാകുന്ന കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാം. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് സഭയുടെ പ്രബോധനങ്ങൾ അംഗീകരിച്ചു പോകുന്ന ഒരാളെന്ന നിലയ്ക്ക് ആ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായും യുക്തിഭദ്രമല്ലാതെയും പറയുന്ന കാര്യങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യും. ഈ ചോദ്യം ചെയ്യുക എന്നത് ഒരു എതിർപ്പിന്റെയോ യുദ്ധത്തിന്റെയോ കാര്യമായിട്ട് കാണേണ്ട കാര്യമില്ല. ഒരാളെ നശിപ്പിക്കുകയോ അയാളെ എതിർക്കുകയോ ചെയ്യാനല്ല നമ്മുടെ ലക്ഷ്യം. ഇനി എന്തിനാണ് അസൂയപ്പെടേണ്ടത് നമുക്കറിയില്ല. അസൂയക്ക് മരുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന്റെ അസൂയയുടെ മരുന്ന് ഉപവിയാണ്. നമുക്ക് ഈ പറഞ്ഞ പ്രഘോഷകരുമായി വ്യക്തിപരമായ എന്തെങ്കിലും വൈരാഗ്യമോ എതിർപ്പോ ഉള്ളവരല്ല. പൗരോഹിത്യത്തെ മാനിക്കുന്നയാളാണ്. പൗരോഹിത്യം എന്ന കൂദാശയെ വിശ്വസിക്കുകയും ആ പൗരോഹിത്യം എന്ന കൂദാശയെ പ്രധാനമായിട്ട് കാണുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നയാൾ പുരോഹിതനോ ആത്മാവിനോ ഒന്നും നോക്കിയിട്ടല്ല, പറയുന്ന കാര്യത്തിലുള്ള പിഴവുകളെയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. അസഹിഷ്ണുത കൊണ്ടും ആക്ഷേപം കൊണ്ടും ഒന്നും നിർത്താവുന്നതല്ല ഈ പ്രവർത്തനം എന്ന കാര്യം അത്തരക്കാർ ഓർത്താൽ നല്ലത്. ഇപ്പൊ വിളിച്ചു പറയുകയാണ്, നിനക്ക് ചെകുത്താനാണ്, അഹങ്കാരിയാണ്, ഇതൊക്കെ പറഞ്ഞാൽ പ്രകോപിതനാകുന്ന ഒരാളല്ല നമ്മൾ. കാരണം നിങ്ങൾക്കങ്ങനെ കരുതാം. നിങ്ങൾ അങ്ങനെ കരുതുന്നതിൽ നമ്മൾ തെറ്റു വിചാരിക്കുന്നില്ല. നിങ്ങളുടെ അടുത്താണല്ലോ ഈ പറഞ്ഞ പൈശാചിക ബാധയൊക്കെ തുരത്താനുള്ള ശക്തിയുള്ളത്. നമ്മുടെ ബാധയും തുരത്തട്ടെ, അപ്പൊ തീരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരെയും വിധിക്കാൻ വേണ്ടിയോ ആരെയും എതിർക്കാൻ വേണ്ടിയോ അല്ല ഈ ശുശ്രൂഷ ചെയ്യുന്നത്. നമ്മൾ സത്യം പറയുന്നു. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ
യേശുവിന്റെ കാലത്തും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. യേശുവിന് പിശാചാണ്, ബെൽസബൂൽ ബാധിതനാണെന്ന് പറഞ്ഞവരുണ്ട്. എന്ത് അധികാരത്തിലാണ് നീ ഇത് പറഞ്ഞത്, നീ ആ മരപ്പണിക്കാരനല്ലേ എന്ന് ആക്ഷേപിച്ചവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ആക്ഷേപശരങ്ങളെ നമ്മൾ കാര്യമായിട്ട് കാണുന്നില്ല. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ പോകാം. വസ്തുക്കളിൽ ശക്തി നിലനിൽക്കുമോ എന്നതിനെ സംബന്ധിച്ചാണ്. വസ്തുവും ആത്മാവും രണ്ടാണ് എന്ന കാര്യം അറിയണം. സചേതനമായവയിൽ പ്രവർത്തിക്കുന്നതാണ് ആത്മാവ്. എവിടെയാണ് ഒരു തിന്മ പ്രവർത്തിക്കുക? അത് മനസ്സിലാണ്, സചേതനമായവയിലാണ്. കരിങ്കല്ലിന് മനസ്സില്ല, അതിനകത്ത് പ്രവർത്തിക്കാൻ സാധ്യമല്ല. കരിങ്കല്ല് നമ്മൾ എത്രത്തോളം അതിനെ ഓമനിച്ചാലും അത് മാർദ്ദവമുള്ളതായിട്ട് മാറൂല. നിങ്ങൾ ചെറുനാരങ്ങ എടുത്തിട്ട് അതിനെ നിരന്തരമായി മധുരനാരങ്ങ എന്ന് വിളിച്ച് ആ മധുരനാരങ്ങയുടെ മധുരം ഇതിനുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ചെറുനാരങ്ങ മുറിച്ചാൽ അതിനകത്തുനിന്ന് വരാൻ പോകുന്നത് പുളിവെള്ളം തന്നെയാണ്. അതിന് മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ ഒരാളോട് സ്നേഹം പ്രകടിപ്പിച്ചാൽ അയാളുടെ ഹൃദയത്തിന് അലിവുണ്ടാവും. ഒരാളെ ഭയപ്പെടുത്തിയാൽ അയാളുടെ മനോനില മാറും. അപ്പൊ പ്രവർത്തിക്കുന്ന എവിടെയാണ്? മനസ്സിലാണ്. വസ്തുക്കളിൽ ശക്തി നിലനിൽക്കും എന്ന് പറയുന്നത് തീർത്തും അബദ്ധമായൊരു കാര്യമാണ്. വസ്തുക്കൾക്ക് സ്വാഭാവികമായി ദൈവം നൽകിയ ശക്തിയുണ്ട്. കരിങ്കല്ലിന്റെ ശക്തിയുണ്ട്. ചലിക്കുന്ന വ്യക്തികളെ അവരുടെ മനസ്സ് നിയന്ത്രിക്കും. ആ മനസ്സിനകത്ത് പൈശാചികതയുടെ ഏതെങ്കിലും ലാഞ്ചനകൾ വന്നാൽ മനസ്സിന് വൈബ്രേഷൻ ഉണ്ടാവും. ആ മനസ്സിന്റെ പ്രവർത്തനങ്ങളുടെ താളം തെറ്റും. അത് തിരിച്ചറിയാതെ അചേതന വസ്തുക്കളിലും ഇങ്ങനെ ആത്മാവ് പ്രവർത്തിക്കുമെന്ന് വന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമുക്കൊരു മന്ത്രം ചൊല്ലിയാൽ ഒരു വസ്തുവിന് മാറ്റം ഉണ്ടാവുമെന്ന് വന്നാൽ നമ്മൾ എങ്ങനെയായി മാറി? അന്ധവിശ്വാസത്തിന്റെ കൊടുമുടിയിലെത്തിയില്ലേ? ഇനി അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ ആവശ്യം എന്താണ്? എന്തിനാണ് ഭീകരവാദികളെ തുരത്താൻ യുദ്ധം വേണ്ടി വരുന്നത്? കോടിക്കണക്കിന് മനുഷ്യരുടെ രാജ്യമാണ് ഇന്ത്യ. ഒരു മന്ത്രം എല്ലാവരും കൂടി പഠിപ്പിച്ചാൽ പോരെ? നമ്മൾ കണ്ടില്ലേ കൊറോണയ്ക്കെതിരെ മന്ത്രം ഉണ്ടാക്കിയത്? പാത്രം കൊട്ടി അതിന്റെ തരംഗ രൂപത്തിലുള്ള ശബ്ദം കേട്ടാൽ കൊറോണയുടെ അണുക്കൾ പോകുമെന്ന് പറഞ്ഞത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വിവേകമുള്ള മനുഷ്യന് അല്ലെങ്കിൽ വിവേചന ശേഷിയുള്ള മനസ്സുള്ള മനുഷ്യന് മാത്രമാണ് വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത്. സ്വാഭാവിക മനസ്സുള്ള മൃഗങ്ങളിൽ പോലും അങ്ങനെ ആത്മാവിന് ആവേശിക്കാൻ അല്ലെങ്കിൽ ആത്മാവിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. അപ്പൊ ചോദിക്കും, യേശു ലഗ്യോൻ ബാധിതനെ സുഖപ്പെടുത്തിയപ്പോൾ പന്നികളിലേക്ക് ആവസിച്ചില്ലേ? യേശുവിന്റെ കുരിശുമരണത്തിന് മുൻപുള്ള കാര്യങ്ങളെയും യേശുവിന്റെ കുരിശുമരണത്തിൽ തോൽപ്പിക്കപ്പെട്ട പിശാചിനെയും രണ്ടായിട്ട് കാണണം. യേശുവിന്റെ കാലത്ത്, യേശു ജീവിച്ചിരുന്ന കാലത്ത് അവിടെ പ്രബലമായിരുന്ന വിശ്വാസം ആത്മാക്കളുടെ ഇത്തരത്തിലുള്ള ആവാസ പ്രവർത്തനമാണ്. പൈശാചിക അധികാരത്തിന് വിധേയപ്പെട്ട ഒരു സമൂഹത്തിനകത്താണ് യേശു പ്രവർത്തിക്കുന്നത്. അവിടെ യേശു കൽപ്പന വഴി തിന്മകളെ ഓടിക്കുന്നുണ്ട്. ആ തിന്മകളെ ഓടിച്ച യേശു പ്രകടിപ്പിച്ചത് തനിക്ക് പൈശാചികതയുടെ മേൽ അധികാരമുണ്ടെന്നാണ്, അവനെ കീഴ്പ്പെടുത്താൻ തനിക്ക് കഴിയുമെന്നാണ്. ആ വെളിപ്പെടുത്തലിന്റെ പൂർത്തീകരണം നടക്കുന്നത് കുരിശുമരണത്തിലാണ്. പിശാച് തോൽപ്പിക്കപ്പെട്ടു. അങ്ങനെ പിശാച് തോൽപ്പിക്കപ്പെട്ടവനാണ് എന്ന് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനുള്ള വലിയൊരു അബദ്ധം ക്രിസ്തുവിനെ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്നാണ്. യേശുവിന്റെ കുരിശുമരണത്തിൽ പിശാച് ബന്ധിതനായെന്നും അവന് പഴയ പ്രയോഗശേഷിയില്ലെന്നും അവൻ ആളുകളെ ഇങ്ങനെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്നും ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നില്ലെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വ്യർത്ഥമായി മാറും. ഇനി യേശുവിന്റെ ശിഷ്യന്മാർ അശുദ്ധാത്മാക്കളെ പുറത്താക്കിയിട്ടില്ലേ? അതിന്റെ കാരണം എന്താണ്? അന്ധവിശ്വാസത്തിന് അശുദ്ധാത്മാവ് ബാധിച്ച് ഭാവി ഫലം പറയുന്നൊരു പെൺകുട്ടിയുടെ ആത്മാവിനെ വിശുദ്ധ പൗലോസ് പുറത്താക്കുന്നുണ്ട്. അന്ന് രൂഢമൂലമായിരുന്ന വിശ്വാസ വ്യതിചലനങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസത്തിൽ താഴ്ന്ന നിലവാരമുള്ളവരുടെ, ക്രിസ്തുവിനെ തിരിച്ചറിയാത്തവരുടെ പ്രവർത്തനങ്ങളെ അത്തരത്തിൽ അടയാള സഹിതം വെളിപ്പെടുത്തുന്നുണ്ട് പൗലോസ്. അത് അത്ഭുതകരമായൊരു പ്രവൃത്തി കാണിക്കാൻ വേണ്ടിയല്ല, ക്രിസ്തുവിന്റെ തുടർച്ചയാണ്, അപ്പോസ്തലിക പാരമ്പര്യം എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അവിടെയും ഒരു കല്ലിൽ നിന്നോ മണ്ണിൽ നിന്നോ അല്ല പിശാചിനെ ഒഴിവാക്കുന്നത്, ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന ഭാവി ഫലം പ്രവചിക്കുന്ന ഒരു അശുദ്ധാത്മാവിനെയാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അചേതന വസ്തുക്കളിൽ ആത്മാവിന്റെ പ്രവർത്തനം സാധ്യമല്ല. ഇനി ഇതിന് വിരുദ്ധമായി പറയാവുന്ന ഒരേ ഒരു സ്ഥലം അതാണ് പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും സത്താരൂപാന്തരീകരണം ഉണ്ടാകുന്നത് ഒരു മന്ത്രോച്ചാരണത്തിന്റെ ഫലമായിട്ടല്ല, ഒരു വാക്കിന്റെ ഫലമായിട്ടല്ല, കുർബാനയ്ക്കകത്താണ്. കുർബാനയെ കേവല സ്ഥാപന വചനങ്ങളായി തെറ്റിദ്ധരിക്കരുത്. കുർബാന തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള സമ്പൂർണമായ ഒരു പ്രക്രിയാരൂപത്തിനകത്ത് യേശുവിന്റെ
തിരുബലി സന്നിഹിതമാകുന്നു. 2000 വർഷം മുമ്പ് നടന്നു വന്ന് നമ്മുടെ ബുദ്ധിയും ബോധവും പറയുന്ന സനാതനമായ ബലിയുടെ സജീവമായ സാന്നിധ്യം, സന്നിഹിതമാക്കപ്പെടൽ കുർബാനയുടെ വേദി നടക്കുന്നു. അവിടെയാണ് ഈ രൂപാന്തരീകരണം ഉണ്ടാകുന്നത്. അതിന് പുറത്ത് ഒരപ്പം എടുത്തിട്ട് അല്ലെങ്കിൽ വീഞ്ഞെടുത്തിട്ടോ ഇതിന്റെ ശരീരമാണ് രക്തമാണെന്ന് ഒരു പുരോഹിതൻ പറഞ്ഞാൽ അത് യേശുവിന്റെ ശരീരമോ രക്തമോ ആയി മാറുന്നില്ല. കുർബാനയ്ക്കകത്ത് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. കുർബാന എങ്ങനെയുള്ള സ്ഥലമാണ്? കുർബാന ഈ യേശു രഹസ്യങ്ങളുടെ സമ്പൂർണതയാണ്, ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ആഘോഷമാണ്, അതൊരു സന്നിഹിതമാക്കപ്പെടലാണ്. അങ്ങനെ 2000 വർഷം മുമ്പ് കഴിഞ്ഞുപോയി എന്ന് നമ്മുടെ ബുദ്ധിയും ബോധവും പറയുന്ന ഒരു കാര്യത്തെ ആധുനിക കാലത്ത് സന്നിഹിതമാക്കുന്നു. ആ യാഥാർത്ഥ്യത്തിലേക്ക് നാം എടുത്തു വെക്കപ്പെടുന്നു. അങ്ങനെ ബലിവേദിയിൽ അർപ്പിക്കപ്പെട്ട ബലിവസ്തുക്കളായി മാറിയ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരവുമായി യോജിച്ച് ദൈവൈക്യ ശുശ്രൂഷയിലൂടെ പുറത്തേക്കിറങ്ങുന്നു. പുറത്താണ് ബലിയുടെ ജീവിതം. അവിടെ മുറിച്ച് വിളമ്പപ്പെടാനായിട്ട് നാം ഐക്യപ്പെടുകയാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ തുടർച്ച ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും പ്രയോഗവൽക്കരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് കൗദാശികമായ അർപ്പണം. അതും കേവലം മന്ത്രവാദവുമായിട്ടോ പൈശാചികതയുമായിട്ടോ ചേർത്ത് വെച്ച് ചിന്തിക്കുന്നത് പരമാബദ്ധമാണെന്ന് മാത്രമല്ല, അത് വിശ്വാസ വിരുദ്ധവുമാണ്. ഇങ്ങനെ വസ്തുക്കളിൽ തിന്മയുടെ ശക്തി നിലനിൽക്കുമെന്ന് പറയാൻ പവർ എന്നാണ് ഉപയോഗിക്കുന്നത്. നിലനിൽക്കുമെന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യം അതാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 20 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ സംഭവിക്കുന്നത് എന്താ? എലീഷ സംസ്കരിക്കപ്പെട്ട കുഴിയിലേക്ക് ഒരു മരിച്ച ആൾ എറിയുന്നു, അയാൾ ജീവനോട് തിരിച്ചു വരും. എലീഷയുടെ അസ്ഥികൾ അയാൾ സ്പർശിച്ചു, അതുകൊണ്ട് അയാൾക്ക് ജീവൻ കിട്ടി. ഇത് ഒരു പഴയ നിയമ കാര്യമാണ്. എവിടെയാണെന്ന് ഓർക്കണം. ക്രിസ്തുവിന് മുൻപ് പഴയ നിയമകാലത്ത് യഹൂദ വിശ്വാസ ബോധ്യങ്ങൾക്കകത്ത് ജീവിച്ചിരുന്ന ഒരു സമൂഹ മധ്യത്തിൽ എഴുതപ്പെട്ട കാര്യമാണ് ഈ എലീഷ പ്രവാചകന്റെ കാര്യങ്ങൾ. ആ പ്രവചനത്തിലൂടെ പുറത്തു വരുന്നൊരു കാര്യം എന്താണ്? അത് ക്രിസ്തുവിന്റെ ഉദ്ധാനത്തെ സംബന്ധിച്ചാണ്. ക്രിസ്തുവിനെ കുറിച്ച് മുൻകൂട്ടി പറയുന്ന പ്രവാചകന്മാരും യഹൂദ സമൂഹവും അന്ന് വിശ്വസിച്ചിരുന്ന അവരുടെ വിശ്വാസ ബോധ്യങ്ങൾ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് പഴയ നിയമ പുസ്തകങ്ങൾ. ആ പഴയ നിയമ പുസ്തകത്തിന് ഒരു കാര്യം എടുത്തിട്ടാണ് പുതിയ നിയമകാലത്ത് ക്രിസ്തുവിന് ശേഷം പൈശാചിക തിന്മകൾ തോൽപ്പിക്കപ്പെട്ടതിന് ശേഷമുള്ള ഒരു കാലത്ത് നമ്മൾ പ്രയോഗിക്കുന്നത്. ഇത് ഒരു പെന്റക്കോസ്റ്റൽ രീതിയാണ്. അതായത് എവിടുന്നെങ്കിലുമൊക്കെ ഒരു വചനം എടുത്തിട്ട് ഇത് സാധൂകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെക്കുക. എലീഷ പ്രവാചകന്റെ കാലത്ത് സംഭവിച്ച കാര്യം ഇപ്പൊ കൊണ്ടുവന്ന് വെക്കുന്നത് എന്തിനു വേണ്ടിയാ? വസ്തുക്കളിൽ ഇങ്ങനെ ശക്തി നിലനിൽക്കും എന്ന് പറയാൻ വേണ്ടിയാണ്. വസ്തുക്കളിൽ ശക്തി നിലനിൽക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു പഴയ നിയമകാല ജനതയാണ്. ആ വിശ്വാസം എടുത്തു മാറ്റിയിട്ടാണ് ക്രിസ്തു ആത്മാവിന്റെ സമ്പൂർണതയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നത്. ഈ ഒരു പഴയ നിയമവചനം കൊണ്ട് ഈ പുതിയ കാലത്തെ, ക്രിസ്തുവിന് ശേഷമുള്ള കാലത്തെ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കാലത്തെ സമീകരിച്ച് കാണിക്കുന്നത് തീർത്തും അബദ്ധമായ കാര്യമാണ്. ഇനി അത് യേശുവിന്റെ കാലത്തേക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാൻ വേണ്ടി എങ്ങനെയാണ് പറയുന്നത്? മിസ്റ്റർ ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായം 43 മുതൽ 48 വരെ തിരുവചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അവിടെ 12 വർഷമായി രക്തസ്രാവം മൂലം ബുദ്ധിമുട്ടിയിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലൊന്ന് സ്പർശിക്കുന്നു. അവൾ സുഖം പ്രാപിക്കുന്നു. എങ്ങനെയാണ് അവൾ സുഖം പ്രാപിച്ചത്? വസ്ത്രത്തിന്റെ ശക്തി കൊണ്ടാണോ? വചനം അവിടെ പറയുന്നത് യേശു ഒരു കാര്യം തിരിച്ചറിയുന്നു, എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നു. വസ്ത്രത്തിൽ തൊട്ട സ്ത്രീയുടെ വിശ്വാസത്തിലേക്ക് യേശുവിൽ നിന്ന് ശക്തി നിർഗളിച്ചു എന്നാണ് പറയുന്നത്. യേശുവിന്റെ വസ്ത്രത്തിൽ നിന്ന് ശക്തി നിർഗളിച്ചു എന്നല്ല. യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ സുഖം പ്രാപിച്ചല്ലോ. നമ്മൾ ആ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ്. വസ്ത്രത്തിൽ തൊട്ട് സുഖം പ്രാപിച്ചു. വസ്ത്രത്തിൽ തൊട്ടപ്പോൾ തന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നു എന്നാണ് യേശു മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് ആ ഉപമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്? പറയേണ്ട കാര്യമാണല്ലോ പറയേണ്ടത്. സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം തള്ളപ്പെട്ടിരുന്ന ആളുകളാണ് സ്ത്രീകൾ. യഹൂദ സമൂഹത്തിനകത്ത് സ്ത്രീകൾക്ക് പൊതുവേദിയിൽ സ്ഥാനമില്ലാത്ത ആളുകളാണ്. ഒന്ന്, ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ്? രക്തസ്രാവമുള്ളയാൾ, അശുദ്ധയാണെന്ന് ഇസ്രായേൽ സമൂഹം വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ രക്തസ്രാവമുണ്ടെങ്കിൽ അശുദ്ധയാണ്. അങ്ങനെ അശുദ്ധയെന്നും അവഗണിക്കപ്പെടേണ്ടവളെന്നും യഹൂദ സമുദായം കരുതുന്ന ഒരു സ്ത്രീ, അതായത് ഏറ്റവും നീതി നിഷേധിക്കപ്പെട്ട ഒരാൾ, വിശ്വാസം കൊണ്ട് ക്രിസ്തുവിന്റെ വസ്ത്രത്തിലൊന്നും തൊടും. നേരെ വന്ന് ചോദിക്കാനും ഒന്ന് സുഖപ്പെടുത്തണമെന്ന് പറയാനുമുള്ള ശേഷിയില്ലാത്ത അല്ലെങ്കിൽ സാഹചര്യമില്ലാത്ത ഒരു സ്ത്രീ പുറകെ നടന്ന് തിക്കിലും തിരക്കിലും വിട്ടു പോകുമ്പോൾ അവന്റെ വസ്ത്രത്തിലും തൊടുന്നു. ഹൃദയത്തിലൊരു വിശ്വാസമാണ്, ക്രിസ്തുവിനെയാണ് തൊടുന്നത്. ആ വിശ്വാസം മൂലം യേശുവിൽ നിന്ന് ശക്തി നിർഗളിച്ചു, വസ്തുവിലൂടെയല്ല, വസ്തുവിലല്ല. അവളുടെ വിശ്വാസം
ഹൃദയതലത്തിലുണ്ടായ വിശ്വാസം കണ്ട് ക്രിസ്തുവിൽ നിന്ന് ശക്തി നിർഗളിക്കുന്നു. അവൾ അപ്പം തന്നെ സൗഖ്യം അനുഭവിക്കുന്നു. അവളോടാണ് പറയുന്നത്, വ്യാധിയിൽ നിന്ന് മുക്തമായിരിക്കുക, സമാധാനത്തോടെ പോവുക. അതെന്ത് വെളിപ്പെടുത്താൻ വേണ്ടിയാ? നീ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ, നിന്റെ വിശ്വാസം എത്രത്തോളം ദൃഢമാണോ, നിനക്ക് ക്രിസ്തു അനുഭവം സമീപസ്ഥമാണെന്നാണ്. അത് യേശുവിന്റെ ജീവിതകാലത്ത് യേശു അത് അടയാളപ്പെടുത്തുന്നത് തന്നെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ ഈ അനുഭവം ഉണ്ടാകും, അവനിൽ നിന്ന് ശക്തി നിർഗളിക്കുന്ന അനുഭവം ഉണ്ടാകുന്നതാണ്. ഇന്നാകട്ടെ യേശു നമ്മിൽ വസിക്കുകയാണ് കുർബാന വഴി. മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട നമ്മിലേക്ക് പരിശുദ്ധ കുർബാനയായി അവിടെ നിന്ന് എഴുന്നള്ളി വരുന്നു. അങ്ങനെ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന ഒരു സമ്പൂർണ്ണ വ്യക്തിത്വത്തിലേക്ക് ഓരോ വിശ്വാസിയും ഉയർത്തപ്പെടുന്നു. ആ ഉയർത്തപ്പെടുന്നതിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി മാറാൻ അയാൾ ഹൃദയമൊരുക്കുന്നു. അങ്ങനെ ജീവിതം ഒരു യാഗമായിട്ട് മാറുന്നു. ഇങ്ങനെ ഒരു പ്രക്രിയാരൂപമായി അനുഭവപ്പെടേണ്ട വിശ്വാസത്തെ കേവലമായി തങ്ങൾ പറയുന്ന ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടി കൊണ്ടേ ഏച്ചു കിട്ടുകയാണ്. വസ്ത്രത്തിലാണ് ശക്തി എന്ന് തെറ്റിദ്ധരിക്കുന്നു. വസ്ത്രത്തിലാണ് ശക്തി എന്ന് ധരിക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? വസ്ത്രം നശിക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന അടയാളങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അത് ഹൃദയപരമായൊരു ബന്ധമായിട്ടാണ്, അത് ആത്മാവിലുള്ളൊരു ബന്ധമായിട്ടാണ്. നിങ്ങൾ നെറ്റിയിൽ ഒരു കുരിശടയാളം വരയ്ക്കുമ്പോൾ ആ കുരിശടയാളം നിങ്ങളുടെ ആത്മാവിലേക്കാണ് മുദ്രയായിട്ട് മാറുന്നത്. അവിടെ തൈലം പൂശുന്നു, ഈ തൈലം മാഞ്ഞു പോകുമല്ലോ. ആ തൈലം കഴുകിപ്പോയാലും അത് മാഞ്ഞു പോയാലും മായാത്തൊരു മുദ്ര പരിശുദ്ധാത്മാവിൽ നിങ്ങളിലേക്ക് ചേർക്കപ്പെടുന്നു. ഈ ആത്മാവിന്റെ പ്രവർത്തനത്തെ കാണാതെ നെറ്റിയിൽ ഇങ്ങനെ കുരിശടയാളം വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് നെറ്റി ഇനി മുഖം കഴുകണ്ടെന്ന് ആരെങ്കിലും തീരുമാനിക്കൂ? വസ്തുവിലാണ് ശക്തിയെങ്കിൽ ആ എണ്ണ കഴുകിപ്പോകുമ്പോൾ പോകേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് വിശുദ്ധ തൈലം കഴുകിപ്പോയിട്ടും ആള് പിന്നെയും പഴയതുപോലെ ആത്മാവിൽ തന്നെയായിരിക്കുന്നത്? കാരണം അത് കേവലമായ ഭൗതിക അടയാളമാണ്, അകത്ത് ആത്മാവിലാണ് മുദ്ര. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മ പ്രവർത്തനം നടക്കുന്നത് ഹൃദയത്തിനകത്താണ്, ആത്മാവിന് മുദ്രിതമാക്കുകയാണ്, വസ്തുവിലല്ല. ഇനി വിശുദ്ധ പൗലോസിന്റെ സ്പർശനമേറ്റ തുവാലകൾ കൊണ്ട് രോഗം മാറിയ കാര്യം അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ 12-ാം തിരുവചനത്തിൽ നമുക്കത് കാണാം. അവിടെ പൗലോസിന്റെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് അടയാളങ്ങൾ സംഭവിക്കുന്നത്? വചനം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ്. വചനം സ്ഥിരീകരിക്കാൻ വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. അങ്ങനെയുള്ള വിശുദ്ധ പൗലോസ് സ്പർശിച്ച തുവാലകൾ കൊണ്ടുവരുമ്പോൾ പോലും ഈ രോഗികളിൽ സൗഖ്യം ഉണ്ടായി. അത് തുവാലയിൽ എന്തെങ്കിലും ശക്തി ഇരുന്നിട്ടല്ല, വിശുദ്ധ പൗലോസ് പ്രഘോഷിക്കുന്ന വചനത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നാണ്, വിശ്വാസത്തിൽ നിന്നാണ് സൗഖ്യം ഉണ്ടാകുന്നത്. അതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു ഉദാഹരണം, ഇനി അങ്ങനെ ഈ പൗലോസ് സ്പർശിച്ച വസ്തുക്കളിലുള്ള പവർ, ആ പവറിനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പവർ അതേപോലെ തന്നെ മന്ത്രവാദിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതറിയാനായിട്ട് അതിന്റെ തുടർവചനങ്ങൾ വായിച്ചാൽ മതി. സ്കേവയുടെ പുത്രന്മാർ ഇത്തരത്തിൽ ചില പ്രയോഗങ്ങൾ നടത്തി നോക്കി. എന്തായിരുന്നു ഫലം? 13-ാം തിരുവചനം പറയാണ്, സ്കേവയുടെ പുത്രന്മാർ ഒരു പ്രയോഗം നടത്തി നോക്കി. പൗലോസ് പ്രസംഗിക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ പോകാനായിട്ട് പിശാചിനോട് പറഞ്ഞു. പിശാചു ബാധിതരായ ആളുകൾ അവരെ ആക്രമിച്ചു. അപ്പോ എന്താ മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ ഒരു അശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ തടയാൻ ക്രിസ്തു വിശ്വാസത്തിൽ നിലനിൽക്കാത്ത ഒരാൾക്ക് സാധ്യമല്ലെന്ന് അതിനകത്ത് കാണിക്കുന്നത്. അവരുടെ വാക്കുകൾക്ക് ആ ശക്തിയില്ല. യേശുവിന്റെ നാമം പറഞ്ഞിട്ട് പോലും ആ ശക്തിയില്ല. അപ്പൊ പിന്നെ അശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും ശക്തി ഉണ്ടെന്നാണോ വിചാരിക്കുന്നത്? യേശുവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന അപ്പോസ്തലന്റെ തുവാല ചെല്ലുന്നിടത്ത് പോലും അത്ഭുതം ഉണ്ടാകുന്ന തുവാലയിലൂടെ എന്തെങ്കിലും കയറിപ്പോകുന്നു എന്നല്ല. പൗലോസിന്റെ പ്രവർത്തനത്തിന് അതൊരു ഉപാധിയായിട്ട് മാറുന്നു എന്നല്ലാതെ ആ തുവാലയിലാണ് ശക്തി എന്ന് കരുതിയാൽ, പൗലോസിന്റെ പ്രഘോഷണത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പൗലോസിന്റെ പ്രഘോഷണം വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. അവന്റെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. രോഗികൾ സൗഖ്യപ്പെടുന്നു. ആ പ്രവർത്തനത്തിന്റെ ഒരു തുടർച്ചയാണ് പൗലോസ് ആരുടെ നാമത്തിലാണോ പ്രഘോഷിക്കുന്നത് ആ നാമത്തെ വഹിക്കുന്നവർ. ഒരു തുവാല കൊണ്ടുപോലും സൗഖ്യം കൊടുക്കുന്നു എന്ന് പറയുന്ന തുവാലയിലൂടെ ശക്തി വരുന്നു എന്നല്ല, ആ പ്രഘോഷണത്തിന്റെ ശക്തിയിലാണ്, യേശുനാമത്തിന്റെ ശക്തിയിലാണ്. അതേ നാമം തന്നെ മന്ത്രവാദികൾ ഉപയോഗിക്കുമ്പോൾ ആ പൈശാചിക ബാധയുള്ളവർ അവരെ ആക്രമിക്കുക, സ്കേവയുടെ പുത്രന്മാരെ. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇത് ഒരാളിൽ, ഒരു വ്യക്തിയിൽ, ഒരു വസ്തുവിൽ പ്രവർത്തിക്കുന്ന കാര്യമല്ല. ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്.
ഒരു സുവിശേഷത്തിന്റെ പ്രശ്നമാണ്. സഭയുടെ പരമാധികാരത്തെ അല്ലെങ്കിൽ സഭയിലൂടെ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. അത് പറഞ്ഞിട്ട് ഈ വസ്തുവിലാണ് ശക്തി ഇരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്നത് ഇന്നൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. ഈ ശക്തി മുഴുവൻ ഈ വസ്തുവിൽ ഇരിക്കുമെന്ന് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാമല്ലോ ദൈവത്തെ. ഇപ്പൊ വിശുദ്ധ ഗ്രന്ഥം ദൈവമാണെന്ന് കരുതുന്നവരുണ്ട്. പെന്തക്കോസ്റ്റ് വിശ്വാസികളൊക്കെ വിശുദ്ധ വചനം എന്ന് പറഞ്ഞിട്ട് ഈ ബൈബിളാണ് ദൈവം എന്ന് കരുതുന്നവരുണ്ട്. ചിലരൊക്കെ പറയും വചനമാണ് ദൈവം, എന്നുവെച്ചാൽ ഈ പുസ്തകമാണെന്നാണ്. വചനം യേശുക്രിസ്തുവാണ് എന്ന പരമാർത്ഥത്തിലേക്ക് എത്താതെ ഈ പുസ്തകമാണ് ദൈവം എന്ന് കരുതുന്നവർ ഈ പുസ്തകം കക്ഷത്തിൽ വെക്കുമ്പോൾ ദൈവത്തിന്റെ തല എവിടെയായി? കക്ഷത്തിലായി. ആ പുസ്തകം കത്തിപ്പോകും, എന്ത് ചെയ്യും? നശിച്ചു പോകില്ല വിശ്വാസം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുവിലല്ല, ആത്മാവിലാണ് പ്രവർത്തനം. ആത്മാവിന്റെ പ്രവർത്തനത്തിലാണ് വിശ്വസിക്കേണ്ടത്. വസ്തുവിൽ എന്തെങ്കിലും ശക്തി അങ്ങനെ കുടികൊള്ളും എന്ന് വിശ്വസിക്കുന്നത് ഒരബദ്ധമാണ്. ഇനി ഈ പറയുന്ന വസ്തുക്കളിൽ ശക്തി എന്ന് പറയുന്ന കാര്യത്തെ നിഷേധിക്കുന്ന കാര്യം പ്രഘോഷകൻ തന്നെ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 5:15 പറഞ്ഞുകൊണ്ട്, അപ്പോസ്തലന്മാർ കടന്നു പോകുന്ന വഴിയിൽ ആളുകളെ കൊണ്ടൊന്ന് കിടത്തിയിരുന്നു, നിഴലെങ്കിലും ഒന്ന് പതിച്ചാൽ മതി. നിഴൽ വാസ്തവമായ കാര്യമല്ല, നമുക്കറിയാമല്ലോ. നിഴൽ ഉള്ളതാണോ? നിലനിൽക്കുന്നതാണോ? വെളിച്ചത്തിനെതിരായി നിൽക്കുമ്പോഴാണ് അതിന്റെ പേരാ നിഴൽ. ആ നിഴൽ സ്ഥായിഭാവം ഉള്ളതല്ല. നിഴൽ ഒരു യാഥാർത്ഥ്യമല്ല, ഒരു അനുഭവതലം മാത്രമാണ്. അങ്ങനെ നിഴൽ വീഴുന്നവർ സുഖപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ നിഴലിനെ കുപ്പിയിൽ അടച്ചു വയ്ക്കാൻ പറ്റുമോ? അപ്പൊ നിഴലിനാണോ ശക്തി? അപ്പോസ്തലന്മാരുടെ നിഴൽ വീണാലും തങ്ങൾ സുഖപ്പെടും, അവർ പ്രഘോഷിക്കുന്ന സത്യവചനമായ ക്രിസ്തുവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന വിശ്വാസ ബോധ്യമാണോ സൗഖ്യം കൊടുക്കുന്നത്? അവിടെ വിശ്വാസമാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ കണ്ടിട്ടില്ലേ, ടി വിയിൽ ദിവ്യകാരുണ്യ ആരാധന വരുന്നു. ഞാൻ കണ്ട 2-3 കാര്യങ്ങളാണ്. അങ്ങനെ ടി വിയിൽ ദിവ്യകാരുണ്യ ആരാധന വരുന്ന സമയത്ത് ചില ആളുകൾ ഈ ടി വിയുടെ സ്ക്രീനിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. നമുക്കറിയാലോ, ടി വിയുടെ സ്ക്രീനിൽ ദിവ്യകാരുണ്യം ഇല്ല, അതൊരു പിക്ചർ മാത്രമാണ്. കൈവച്ച് പ്രാർത്ഥിച്ചു, അവർ സുഖപ്പെട്ടു. ഒരിക്കൽ ടൂറിൻ കച്ചയുടെ ഒരു പിക്ചർ ഇങ്ങനെ കാണിച്ചപ്പോ അതിൽ കൈവച്ചു. ടൂറിൻ കച്ച കണ്ടിട്ടില്ല, എത്രയോ കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെയുള്ള കാര്യത്തെക്കുറിച്ച് പറയണേ. ഇവിടെ ആ ടൂറിൻ കച്ചയുടെ ചിത്രത്തിൽ കൈവച്ചു, അപ്പൊ സുഖപ്പെട്ടു. അവിടെ ഈ ടി വി സ്ക്രീനിന് വിശുദ്ധി ഉണ്ടെന്നാണോ, അതിലെന്തെങ്കിലും ശക്തി പ്രവർത്തിക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അവിടെ പ്രവർത്തിക്കുന്ന വിശ്വാസമാണ്. അതായത് എന്റെ മനോനില ഈ വസ്തുവിനെ കാണുമ്പോൾ ഒറിജിനലിലേക്ക് പോകുന്നു. തിരുസ്വരൂപങ്ങളൊക്കെ നമ്മൾ വണങ്ങുന്ന അങ്ങനെയാണ്. തിരുസ്വരൂപത്തിൽ നിന്ന് ശക്തി നിർഗളിച്ചു എന്ന് എവിടെയെങ്കിലും സഭ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആശീർവദിക്കപ്പെട്ടതല്ലേ. പക്ഷെ ഈ തിരുസ്വരൂപമാണ് ശക്തിയുടെ കേന്ദ്രം എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ തിരുസ്വരൂപത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മാമോദീസ ഉണരുമെന്നും നിങ്ങളുടെ ഹൃദയം ദൈവത്തിലേക്ക് ഉയരുമെന്നും അങ്ങനെ ദൈവത്തിലേക്ക് ഉയരുമ്പോൾ ദൈവിക സാന്നിധ്യ അവബോധം കൊണ്ട് നിങ്ങൾ നിറയുമെന്നും അങ്ങനെ നിങ്ങൾ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നവരായി മാറുമെന്നും സഭ പഠിപ്പിക്കുന്നു. പക്ഷെ ഒരിക്കലും ഈ തിരുസ്വരൂപത്തിനകത്ത് ശക്തി ഉണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നില്ല. ഇനി വേറൊരു കാര്യമുള്ളത്, ഓരോ വർഷവും ഇപ്പോൾ തിരുനാളുകൾക്ക് രൂപ എഴുന്നള്ളിച്ച് വെക്കുമല്ലോ. ആ രൂപ എഴുന്നള്ളിച്ച് വെക്കുന്നതിന് മുമ്പ് ആശീർവദിക്കും. ഈ തിരുനാൾ കഴിഞ്ഞ് ഇത് സങ്കീർത്തിയുടെ മുകളിൽ തട്ടുമ്പുറത്തേക്ക് കയറി പോകും. വീണ്ടും അടുത്ത വർഷം എടുക്കുമ്പോൾ ആശീർവദിക്കും. ആശീർവാദത്തിലാണ്, വസ്തുവിലല്ല. ഈ ആശീർവാദം എന്നത് ഒരു വസ്തുവിനെ ആശീർവദിക്കുമ്പോൾ ആ വസ്തു വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് വന്നാൽ ആ വസ്തു ഒരു ആശീർവാദത്തിന്റെ അനുഭവപ്പെടുത്തലായിട്ട് മാറുന്നു. വസ്തുവിൽ എന്തെങ്കിലും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് മാതാവിന്റെ വിരലൊടിച്ചിട്ട് പോയ ആളുകളുണ്ട് പള്ളിയിൽ നിന്ന്. പ്രതിമയുടെ ഒരു പള്ളിയിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തിരുസ്വരൂപം വീണുടഞ്ഞു, എന്തോ അപശകുനം ഉണ്ടായെന്ന, നല്ല കാറ്റുണ്ടായെന്ന മനസ്സിലാക്കേണ്ടത്. കടപ്പുറത്തായിരുന്നു. അപ്പൊ നല്ല കാറ്റ് വന്നപ്പോ ഈ തിരുസ്വരൂപം വരുന്ന പീഠം മറിഞ്ഞു പോയി, വീണു, പൊട്ടിപ്പോയി. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിരുന്നു. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വസ്തുവിലാണ് ശക്തി എന്ന് വിശ്വസിക്കുന്നത് അബദ്ധമാണ്. അങ്ങനെ എത്രയോ അബദ്ധങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏലീഷായുടെ കുഴിമാടത്തിനകത്ത്, ശവക്കല്ലറയ്ക്കകത്ത്, ആ അസ്ഥികൾക്കകത്ത് ജീവൻ സ്മരിക്കുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്, അവിടെ ഒരു അടയാളം സംഭവിപ്പിക്കാൻ ദൈവം ഇടയാക്കുന്നു എന്നാണ്. പിന്നീട് ആ അസ്ഥികൾ ദ്രവിച്ചു പോയിട്ടുണ്ട്. ആ അസ്ഥികളും കാലപ്പഴക്കത്തിൽ ദ്രവിച്ചു പോകും. അങ്ങനെ അപൂർവതയാണെങ്കിൽ നിലനിൽക്കണ്ടേ?
അങ്ങനെ നിലനിൽക്കുന്നില്ല. കാരണം ഇത് ദ്രവിച്ചു പോകും. വസ്തുക്കളൊക്കെ നശ്വരമാണ്, നശിച്ചു പോകുന്നവയാണ്. അനശ്വരമായ ഒരു പ്രത്യാശയിലേക്ക് ഹൃദയം ഉണർത്താൻ ഒരു സാഹചര്യത്തെ ദൈവം ഉപയോഗിക്കാം, ഒരു വസ്തുവിനെ ദൈവം ഉപയോഗിക്കാം, ഒരു ആശീർവാദത്തെയാണ് അത് വെളിവാക്കുന്നത്. ആശീർവാദമാണ് നമുക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത്, വസ്തുവല്ല. ഇനി കല്ലറകളിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാകുന്നത് കല്ലറയ്ക്കകത്ത് എന്തെങ്കിലും ശക്തി ഉണ്ടായിട്ടാണ്? കല്ലറയ്ക്കകത്ത് ശക്തി ഉണ്ടായിട്ടല്ല. കല്ലറയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എവിടേക്കാണ് ഉയരുന്നത്? മനസ്സ് കല്ലറയ്ക്കകത്തേക്കല്ലല്ലോ. മനസ്സ് ഒരു ദൈവ സാന്നിധ്യ അവബോധത്തിലേക്ക് ഉയരുന്നു. അതിന് കാരണമാകുന്നത് ആ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട വ്യക്തിയെക്കുറിച്ചുള്ള ബോധ്യമാണ്. ഒരു വിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മൾ അവിടെ അനുഭവിക്കുകയാണ്. ഓർമ്മയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ ഓർമ്മ നമ്മുടെ ഹൃദയത്തെ അവിടെ അടുപ്പിക്കുന്നു. അങ്ങനെ വിശുദ്ധ അൽഫോൻസയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവുന്നു. അൽഫോൻസയുടെ മധ്യസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സാന്നിധ്യ അവബോധം നമുക്കുണ്ടാവുകയും ദൈവാനുഗ്രഹത്തെ പ്രാപിക്കാൻ തക്കവിധം നമ്മുടെ ഹൃദയത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്തു. ഇനി രസകരമായൊരു കാര്യമുള്ളത്, അൽഫോൻസാമ്മയുടെ അടുത്ത് ചെന്നിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ കഷ്ടതയും സഹനമൊക്കെ നീക്കിത്തരാൻ പ്രാർത്ഥിക്കരുതെന്ന്. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഇത് മാറ്റി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് വിശ്വാസ വിരുദ്ധതയാണ്. അൽഫോൻസാമ്മയുടെ കാര്യം എങ്ങനെയായിരുന്നു? അൽഫോൻസാമ്മ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രധാന കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ ലൗകികാശ്വാസങ്ങളെ കൈപ്പായി പകർത്തണമേ. ലോകത്ത് അങ്ങനെ പ്രാർത്ഥിക്കാൻ ചങ്കൂറ്റുള്ള ആളുകൾ കുറവാണ്. അവരുടെ പേരാ വിശുദ്ധർ. എൻ്റെ ലൗകികാശ്വാസങ്ങളെ എനിക്ക് കൈപ്പായി പകർത്തണമേ. രണ്ടാമത്തെ കാര്യം അൽഫോൻസാമ്മ പറഞ്ഞിരുന്നത്, കർത്താവിന്റെ ബലിമേശയിൽ ഞാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചു. അതിപ്പോഴും കത്തി ഞെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറയണമെങ്കിൽ അസാമാന്യമായ വിശ്വാസബോധ്യം വേണ്ടേ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ അമ്മയുടെ വാക്യം, ഞാൻ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ കുരിശ് ധാരാളമായി എനിക്ക് തന്നു കർത്താവ്. അതുകൊണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ വരുന്നവർ കുരിശ് ഒഴിവാക്കാൻ പ്രാർത്ഥിക്കരുത്, കുരിശ് സ്വീകരിക്കുന്നവരാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. നമുക്ക് അൽഫോൻസാമ്മ പറഞ്ഞ വാക്കൊന്നും പ്രശ്നമല്ല, നമുക്ക് കാര്യം നടന്നാൽ മതി. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ആനയെ കാണുന്ന അന്ധരെ പോലെ ആകാതെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. ഇവിടെ സംഭവിക്കുന്ന കുഴപ്പം എന്താണെന്നറിയാമോ? വസ്തു കേന്ദ്രീകൃതമായ ഒരു സങ്കുചിത ബോധത്തിലേക്ക് വിശ്വാസത്തെ തളച്ചു കിട്ടും. അബദ്ധമാണ്. ഇത് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അശുദ്ധാത്മശക്തികൾ വസ്തുവിൽ പ്രവർത്തിക്കുന്നു പറയാൻ വേണ്ടിയാ, വിശ്വാസം പറയാൻ വേണ്ടിയല്ല. അങ്ങനെയുണ്ട് അതിന്റെ കുഴപ്പം. വിശ്വാസം പറയുമ്പോൾ തന്നെ അത് സങ്കുചിതമായ കാര്യമാണ്. ഇനി അത് പറയുന്നതാകട്ടെ അശുദ്ധാത്മ പ്രവർത്തനം വസ്തുക്കളിൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പൊ നേരെ ഘടകവിരുദ്ധവുമായി. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു കാര്യമാണല്ലോ ഈ അമ്പെഴുന്നള്ളിപ്പ്. അമ്പെഴുന്നള്ളിച്ച് വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മളതൊരു കാഴ്ചയൊക്കെ കൊടുത്ത് പറഞ്ഞയക്കും. എന്തിനീ അമ്പെഴുന്നള്ളിക്കണേ? പണ്ട് പ്ലേഗ് വസന്തയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തിരുശേഷിപ്പുകൾ ഇങ്ങനെ വീടുകളിൽ കൊണ്ടുപോയപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതുള്ള കാര്യമാണ്. എന്തായിരുന്നു അവിടെ പ്രവർത്തിച്ചത്? അവിടെ പ്രവർത്തിച്ചത് വിശ്വാസത്തെ സ്വീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായതാണ്. ഇപ്പൊ തിരുശേഷിപ്പ് വീട്ടിൽ വരുന്നു പറയുമ്പോൾ, തിരുശേഷിപ്പ് വരുന്നു, വിശുദ്ധാത്മാവിന്റെ ഓർമ്മ വരുന്നു, നമ്മളത് സ്വീകരിക്കുന്നു, നമ്മുടെ വിശ്വാസം ഏറ്റു പറയുന്നു. അവിടെ നമുക്കത് അനുഭവമായി മാറും. നമ്മുടെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ അമ്പെഴുന്നള്ളിപ്പ് വരുമ്പോൾ നമ്മൾ എന്തിനാ സ്വീകരിക്കുന്നത്? എന്താ അതിനകത്തുള്ളത്? അതായത് ഒരു തിരുനാളിന് മുന്നോടിയായി എല്ലാ വീടുകളും ആശീർവദിക്കുന്ന ഒരു പതിവ് സഭയിലുണ്ടായിരുന്നു. എന്നിട്ടാണ് തിരുനാൾ ആഘോഷിച്ചിരുന്നത്. ഇപ്പൊ നമുക്ക് വീടുകളുടെ എണ്ണം കൂടി ഒരു പുരോഗതി വിചാരിച്ചാൽ ഈ തിരുനാളിന് വെഞ്ചരിപ്പ് ആരംഭിച്ച് അടുത്ത തിരുനാളിന് തീരും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വെഞ്ചരിപ്പ് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ആശീർവദിക്കപ്പെട്ട അമ്പ് നിങ്ങളുടെ വീടുകളിലേക്ക് അയക്കുന്നു. പലരും വിചാരിച്ചിട്ടുള്ളത് സെബസ്ത്യാനോസിനെ അമ്പെയ്തു കൊന്നതാണ്. അങ്ങനെയല്ല സംഭവം. അമ്പെയ്തു, മരിച്ചില്ല. ആ കെട്ടിയിട്ടപ്പെട്ട വൃക്ഷം പൂത്തു എന്നാ പറയണത്. ഒരു വിശ്വാസിയായ സ്ത്രീ വന്ന് രക്ഷിച്ചു. അതിനുശേഷം ഗതയ്ക്കടിച്ചാ കൊല്ലണത്. ഇനിയിപ്പോ ഗതയും കൊണ്ട് നടക്കുമെന്നാണ് പേടിക്കേണ്ടത്. അങ്ങനെ ഈ അമ്പ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിശ്വാസത്തിന് വേണ്ടി സഹനം സ്വീകരിച്ച ഒരാളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിന്റെ അടയാളമാണ് അമ്പ്. അതുകൊണ്ട് വിശ്വാസം ഏറ്റു പറയുന്ന ഒരാൾ എന്തിനു വേണ്ടി ത്യാഗം ചെയ്ത ജീവിതം? വിശ്വാസത്തിന് വേണ്ടി ത്യാഗം അനുഭവിച്ച വിശ്വാസത്യാഗികളായ നമ്മൾ, വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്നവരല്ല, വിശ്വാസത്യാഗികളായ നമ്മൾ ബാഹ്യമായി വിശ്വാസികളായിരിക്കുകയും ആന്തരികമായ അതിന്റെ ചൈതന്യം വെടിഞ്ഞ് സമ്പത്ത് കേന്ദ്രീകൃതമായി ജീവിക്കുകയും ചെയ്ത നമ്മൾ നമ്മുടെ വീട്ടിൽ വരുന്ന ഈ വിശുദ്ധ അമ്പിനെ, ആശീർവദിക്കപ്പെട്ട അമ്പിനെ സ്വീകരിക്കുമ്പോൾ ഒരു ആശീർവാദം വീട്ടിൽ വന്നു വന്നാ സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അനുഭവപ്പെടും.
അതുകൊണ്ട് വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി നല്ല വെള്ളയൊക്കെ വിരിച്ച് തിരിയൊക്കെ കത്തിച്ച് ഈ അമ്പ് വരാൻ കാത്തിരിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ ചെണ്ടയൊക്കെ കൊട്ടി വരുന്നത്. നമ്മൾ ആലോചിക്കണം, ഈ ചെയ്യുന്നത് കേവലാചാരമായി തീർന്നാൽ അതിനകത്തുള്ള അർത്ഥം തിരിച്ചറിയാതെ പോയാൽ അത് അനുഭവം അല്ലാണ്ടായിട്ട് മാറും. അത്രേ ഉള്ളൂ. അതിനകത്ത് വരുന്നത് ആശീർവാദമാണ്. സഭയുടെ ആശീർവാദം ഓരോന്നും നമ്മുടെ മാമോദീസയെ ഉണർത്തും, കൗദാശികതയിലേക്ക് നമ്മെ തിരിക്കും, അങ്ങനെ ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുപോകും, ആത്മാവിന്റെ പ്രവർത്തനം നമ്മൾ അനുഭവപ്പെടുത്തും. അവിടെയാണ് സൗഖ്യവും സമാധാനവും സന്തോഷവും ഒക്കെ നൽകുന്നതായിട്ട് ഇത്തരം ആചരണങ്ങൾ മാറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒരു വസ്തുവിലൂടെ ഒരു ശക്തി കടന്നു വരുന്നു എന്ന് വിശ്വസിക്കുന്നത് അബദ്ധമാണ്. ആശീർവദിക്കപ്പെട്ട വസ്തു ആശീർവദിക്കപ്പെട്ട വസ്തുവാണ്. ആ വസ്തു കത്തിപ്പോയാലോ കത്തിപ്പോവും. പക്ഷേ ആശീർവാദം എന്നതിലാണ് നമ്മൾ വില കൊടുക്കുന്നത്. സഭയുടെ ആശീർവാദമാണ് അത്, ക്രിസ്തുവിന്റെ ആശീർവാദമാണ്. ആ ആശീർവാദം എപ്പോഴൊക്കെ സ്വീകരിക്കാൻ കഴിയുന്നുവോ അപ്പോഴൊക്കെ നമുക്ക് ദൈവാനുഭവത്തിലേക്ക് വരാൻ പറ്റും. എന്തിനാണ് ഏലീഷ പ്രവാചകന്റെ അസ്ഥിയുടെ കാര്യം പറഞ്ഞെന്നറിയാമോ? വേറൊരു അസ്ഥിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. യൂദാസിന്റെ അസ്ഥി. നമ്മൾ ഏറ്റവും മോശപ്പെട്ട ആളായിട്ട് കരുതുന്നതാണ് യൂദാസ്. അപ്പോൾ ആ യൂദാസിന്റെ അസ്ഥിയിൽ എന്ത് ശക്തി ഉണ്ടാവും? ഒരു കേവല യുക്തിയാണ്. അതായത് ഏലീഷയുടെ അസ്ഥിയിൽ ജീവൻ നൽകുന്ന ശക്തി ഉണ്ടെങ്കിൽ യൂദാസിന്റെ അസ്ഥിയിൽ എന്തായാലും എന്തുണ്ടാവും? ജീവൻ എടുക്കുന്ന ശക്തി ഉണ്ടാവും. സാമാന്യമായിട്ടുള്ള യുക്തിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, മത്തായി സുവിശേഷത്തിൽ 27:8 ഒറ്റ പണം കൊടുത്ത് വസ്തു വാങ്ങുന്നു പറയുന്നുണ്ട്. അതാരാണ് വാങ്ങുന്നത്? യൂദാസ് അല്ല. യൂദാസ് ഈ പണം അവരുടെ കാൽക്കീഴിൽ എറിഞ്ഞു, യഹൂദരുടെ. അവരാ പണം എടുത്ത് ഒരു പറമ്പ് വാങ്ങി. ഇത് നമുക്ക് നേർച്ചപ്പെട്ടി ഇടാൻ പറ്റൂല, ഇത് രക്തത്തിന്റെ വിലയാണ്, അതുകൊണ്ട് നമുക്ക് അത് കൊടുത്ത് പറമ്പ് വാങ്ങാന്ന് പറഞ്ഞ് അവർ വാങ്ങിയതാണ്. യൂദാസ് വാങ്ങിയതല്ല. യൂദാസ് അവിടെയാണോ അടക്കം ചെയ്യപ്പെട്ടത് നമുക്കറിയില്ല, അതിനെക്കുറിച്ച് ചരിത്രമില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ 1:18 മുതലുള്ള തിരുവചനങ്ങളിൽ അവിടെ നമുക്ക് കാണാം ഇങ്ങനെ ഒരു പറമ്പ് വാങ്ങിയതിനെ കുറിച്ച് ഹക്കൽദാം എന്ന് പറയുന്നുണ്ട്. അത് വിദേശികൾ അടക്കാൻ വേണ്ടി വാങ്ങിയൊരു സ്ഥലമാണ്. അത് ഏത് പണം കൊണ്ട് വാങ്ങിയതാണ്? യേശുവിന് ഒറ്റിയ പണം കൊണ്ട് വാങ്ങിയതാണ്. ഇനി യൂദാസിന്റെ അസ്ഥി എവിടെയെങ്കിലും കിടക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്ന ഉപകാരം. കാരണം ഞാൻ വായിക്കാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണമല്ലോ. അപ്പൊ അതുകൊണ്ട് കമന്റ് ചെയ്യുമ്പോൾ ആരെങ്കിലും അത്തരം അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ആ സ്ഥലം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്, യൂദാസിനെ അടക്കം ചെയ്ത സ്ഥലം എന്നൊക്കെ വല്ലതുണ്ടെങ്കിൽ പറഞ്ഞാൽ നല്ലതാണ്. ആ യൂദാസിന്റെ അസ്ഥി എന്നുള്ളതായിട്ട് മാറും, ദുർശേഷിപ്പായിട്ട് മാറും എന്നാ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ഭൂമി ഉണ്ടല്ലോ, എത്രയോ കോടിക്കണക്കായ മനുഷ്യരുടെ അസ്ഥിയും ശരീരവും ഒക്കെ അലിഞ്ഞേർന്ന മണ്ണാണ്. ഈ ഭൂമി മുഴുവനും ഇങ്ങനെ കാല് കുത്താൻ പറ്റാത്ത തരത്തിൽ അശുദ്ധികളുള്ള സ്ഥലമെന്നാണോ നമ്മൾ വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ ഇത്തരം അസ്ഥികൾ കുഴപ്പമാകുന്നാണോ വിശ്വസിക്കുന്നത്? ഇത് കേവലമായി ഭയപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഒട്ടുമേ വാസ്തവമല്ലാത്തൊരു കാര്യം പറയുകയും അത് ഉറപ്പിക്കാൻ വേണ്ടി എലീഷയെ കൊണ്ടുവരികയും അവസാനം യൂദാസിന്റെ അസ്ഥി ദുർശേഷിപ്പാണെന്ന് പറയുകയും ചെയ്യുന്നു. ശരീരം ആത്മാവ് വെടിഞ്ഞതിന് ശേഷം ഭൂമിയിൽ അടക്കം ചെയ്യപ്പെടുന്നു. ആ ശരീരമല്ല ഉയർക്കുന്നത്. തിന്മയുടെ പ്രവർത്തനം ചെയ്തവരും നന്മയുടെ പ്രവർത്തനം ചെയ്തവരും ഉയർത്തെഴുന്നേൽക്കും വിധി തീർപ്പിനായി. അങ്ങനെ നമ്മൾ വിശ്വസിക്കണേ. അല്ലാതെ നമ്മുടെ ശരീരം അലിഞ്ഞു ചേർന്ന മണ്ണ് ഏതെങ്കിലും തരത്തിൽ ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥലമാണെന്ന് എവിടെയെങ്കിലും സഭയുടെ വിശ്വാസ പ്രബോധനത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. തിരുശേഷിപ്പുകളുണ്ട്. തിരുശേഷിപ്പുകൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? നമ്മളെ ഒരു ഓർമ്മയിലേക്ക് കൊണ്ടുപോവാണ്. ആ ഓർമ്മ നമുക്ക് അനുഭവമാക്കാണ്. ആ തിരുശേഷിപ്പിലൂടെ ഈ വിശുദ്ധൻ പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചാലോ? ഒരു വസ്തുബന്ധത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിശ്വസിച്ചാലോ? ദൈവാത്മാവിന്റെ പ്രവർത്തനം ഇങ്ങനെ വസ്തുക്കളിലൂടെയാണ് കടന്നു വരുന്നതെന്ന് വിശ്വസിച്ചാലോ? പിന്നെ ആത്മാവിന്റെ മുദ്രയ്ക്ക് എന്താണ് അർത്ഥമുള്ളത്? മെത്രാൻ കൈവച്ച്, ശിരസിൽ കൈവച്ച് പരിശുദ്ധാത്മാവിന് നൽകുന്നു. അവിടെ ജീവൻ പകരുന്നൊരു പ്രക്രിയയാണ്, ഉജ്ജ്വലിപ്പിക്കുന്നൊരു പ്രക്രിയയാണ് നടക്കുന്നത്. പൗരോഹിത്യം തന്നെ ഇപ്രകാരം വസ്തുക്കളിലല്ലോ പകർന്നു നൽകപ്പെടുന്നത്. പുരോഹിതന്റെ കയ്യിൽ കുരിശ് വരച്ചിട്ട്
മെത്രാൻ ആ സമയത്ത് പറയുന്നത് ലാറ്റിൻ ഓർഡിനേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. മകനെ, ഈ കൈകളിലാണ് ഞാൻ ഈ കൂദാശയെ ഭരമേൽപ്പിക്കുന്നത്, ഓർമ്മ വേണം. ഓരോ പുരോഹിതനും ബലിയർപ്പിക്കുന്നതിന് മുമ്പ് സങ്കീർത്തി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചങ്ക് പൊട്ടുന്ന ഓർമ്മയാണത്. ചെറിയ കാര്യമല്ലത്. മകനെ, ഈ കൈകളിലാണ്, ഏത് കൈകളിൽ? അശുദ്ധമായ ഈ കൈകളിലാണ് പരിശുദ്ധമായ കൂദാശയെ ഞാൻ ഭരമേൽപ്പിക്കുന്നത്, ഓർമ്മ വേണം. ആ ഓർമ്മയ്ക്കകത്ത് ജ്വലിക്കുന്ന ഹൃദയമാണ് ഓരോ പുരോഹിതന്റെയും. അത് പ്രസംഗം കൊണ്ടുണ്ടാവുന്ന കാര്യമൊന്നും അല്ല. അങ്ങനെ വചനവും കൗദാശികമായ ആശീർവാദവും ഒരു പുരോഹിതനെ കയ്യേൽപ്പിക്കുന്നുണ്ട്. ഏത് വസ്തുവില? വസ്തു മുഖേനയാണെങ്കിൽ ആ വസ്തു കൈ വെച്ച് നടക്കണ്ടേ? ഞാനൊരു ധ്യാനത്തിനിടയ്ക്ക്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, ഒരു ധ്യാനത്തിനിടയ്ക്ക് സിസ്റ്റേഴ്സിന്റെ ധ്യാനമാണ്. ഒരു പുരോഹിതൻ കുരിശ് വെച്ച് തലേ കൈ വയ്ക്കുകയാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞു കുരിശ് പോക്കറ്റ് ഇടാൻ പറഞ്ഞു. അദ്ദേഹം മാന്യനായതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ പോക്കറ്റ് ഇട്ടു. നമ്മൾ നയിക്കുന്ന ധ്യാനമാണ്, നമ്മളും കൈവെപ്പിനുണ്ട്, അച്ഛനുമുണ്ട്. അച്ഛനോട് ഞാൻ പറഞ്ഞു കൈവച്ച് പ്രാർത്ഥിക്കണം, കൈവച്ച് പ്രാർത്ഥിക്കണം. കാരണം നിങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുകയും വിശുദ്ധമായ ഒരു കൂദാശയായി ദൈവം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൈവയ്ക്കുമ്പോൾ ഒരു കൂദാശയാണ് ഇടപെടുന്നത്. നിങ്ങൾ ആശീർവദിച്ച കുരിശ് നിങ്ങളുടെ അഭിഷേകത്തെക്കാൾ വലുതല്ല. നിങ്ങൾ ആശീർവദിച്ച ഈ കുരിശ് നിങ്ങളെക്കാൾ വലുതല്ല. നിങ്ങളാണ് ആശീർവദിക്കുന്ന കരം. അതുകൊണ്ട് പുരോഹിതൻ ഈ പറഞ്ഞ വിശുദ്ധ വസ്തുവിനേക്കാളും മേലെ നിൽക്കണം. കാരണം കൂദാശയാണ്, കൂദാശയാണ് പ്രധാനം. ഇനി വേറൊരു സംഭവം ഞാൻ പറയാം. വിദേശത്ത് ഒരു പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ പാമ്പിനെ പോലെ അഴയാണ്. അങ്ങനെ ബഹളമൊക്കെ ഉണ്ടായ സമയത്ത് ഈ പ്രഘോഷകനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും കൂടി ഈ സ്ത്രീ നിൽക്കുന്നിടത്തേക്ക് വന്നു, ചുറ്റും നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും സെന്റ് ബെനഡിക്റ്റിന്റെ ക്രോസ് ഒക്കെ എടുത്ത് കയ്യിൽ പിടിച്ചു. കാരണം അശുദ്ധാത്മാവാണല്ലോ. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ സ്ത്രീ ഒരു ബനിയനും ജീൻസും ആണ് ഇട്ടിരിക്കുന്നത്. ഈ സ്ത്രീ ഇങ്ങനെ ഇഴയുന്നതിനിടയ്ക്ക് ഈ സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് ഒരു കുരിശ് പുറത്തേക്ക് വന്നു, ടീഷർട്ടിനകത്ത് നിന്ന്. അത് കണ്ടതോടുകൂടി ഈ കൂടെ ഉണ്ടായിരുന്നൊരു സഹോദരനോട് പറഞ്ഞാണ്, ഞാനപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കുരിശ് പോക്കറ്റ് ഇട്ടു. കാരണം എൻ്റെ കയ്യിലെ കുരിശ് ഇത്രയേ ഉള്ളൂ, സ്ത്രീയുടെ കഴുത്തെ കിടന്ന കുരിശ് ഇത്രയുണ്ട്. എങ്ങനെയുണ്ട്? നമ്മൾ വസ്തുക്കളെ ആശ്രയിക്കുമ്പോഴാണ് കുഴപ്പം. അതാ ഈ വസ്തുവിലാണ് ശക്തിയെന്ന് വിശ്വസിക്കുമ്പോഴാണ് കുഴപ്പം. അതാ വസ്തുവിലല്ല, ആശീർവാദത്തിലാണ്. ഒരു കുരിശ് വെഞ്ചരിച്ചത് കയ്യിലുള്ളപ്പോ നമുക്ക് ബോധം ഉണ്ടാകുന്നത് ഒരു ആശീർവാദത്തിന്റെ കൂടെയാണ് ഞാൻ എന്നാണ്. എൻ്റെ അകത്തുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബോധ്യമാണ്. അങ്ങനെ കൗദാശിക കൽപ്പമായ ഈ മെഡലോ ആശീർവാദമോ അത് എൻ്റെ കൂദാശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ കൂദാശ ജ്വലിക്കുന്നു. ആ മനസ്സിലാക്കലില്ലാതെ പോയാൽ തിരുശേഷിപ്പുകളൊക്കെ ചുമക്കുന്നു അബദ്ധമായിട്ട് മാറും. നിങ്ങളുടെ കയ്യിൽ തിരുശേഷിപ്പുണ്ട്, നിങ്ങളുടെ കയ്യിരിപ്പ് ശരിയല്ല. എങ്ങനെയുണ്ട്? നിങ്ങളുടെ കഴുത്തേ കിടക്കുന്ന ഒരു തിരുശേഷിപ്പാ, പക്ഷെ നിങ്ങളുടെ കയ്യിരിപ്പ് ശരിയല്ല, ചേർന്ന് പോകുമോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു വസ്തു മാത്രമാണ് ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ തിരുശേഷിപ്പ് കൊണ്ട് വെച്ചാൽ പോലെ എല്ലാ വീട്ടിലും സമാധാനം. പ്രശ്നമുള്ളിടത്തൊക്കെ കൊണ്ട് തിരുശേഷിപ്പ് വയ്ക്കുക, പ്രശ്നം തീർന്നു. അങ്ങനെയാണോ? അല്ല. ആ തിരുശേഷിപ്പിനെ വിശ്വസിക്കുകയും ആ വിശുദ്ധാത്മാവിന്റെ മധ്യസ്ഥതയെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒരാൾക്ക് അനുഭവം ഉണ്ടാവുന്നു. കാരണം അത് വ്യക്തിപരമായി വിശ്വാസത്തെ അനുഭവപ്പെടുത്താൻ, നമ്മിലുള്ള ആത്മാവിനെ ഉണർത്താൻ ഈ സാന്നിധ്യാവബോധം കാരണമായി തീരുമ്പോഴാണ്. അല്ലാതെ ഒരു വസ്തുവിന്റെ ശക്തിയിലല്ല കാര്യം. പലതരം അവശേഷിപ്പുകളും ലോകത്തുണ്ട്, പക്ഷേ തിരുശേഷിപ്പിനെതിരായി ഒരു ദുർശേഷിപ്പില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. തിരുശേഷിപ്പിലുള്ളത് എന്താണ്? ഒരു വിശുദ്ധന്റെ ജീവിത സ്മരണയാണ്. ഒരു വിശുദ്ധന്റെ ജീവിത സ്മരണ ഒരു ദൈവിക സാന്നിധ്യ അവബോധം ജനിപ്പിക്കുന്ന കാര്യമാണ് തിരുശേഷിപ്പിലുള്ളത്. അതുകൊണ്ട് തിരുശേഷിപ്പുകളെ മറ്റ് ശേഷിപ്പുകളുമായി കൂട്ടിവെച്ച് ചർച്ച ചെയ്യുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു ദുർശേഷിപ്പുണ്ടെന്നത് അബദ്ധമാണ്. ഇനി എവിടെ നിന്ന് കിട്ടി ഈ ദുർശേഷിപ്പ്? അങ്ങനെ ഒരു കാര്യം സഭ പഠിപ്പിക്കുന്നുള്ളൂ. അങ്ങനെ ദുർശേഷിപ്പുകളുള്ള സ്ഥലമുണ്ടെന്നോ ഈ ദുർശേഷിപ്പുകൾ മറ്റുള്ളവരിലേക്ക് അശുദ്ധി പടർത്തുമെന്നോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം എനിക്കറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറയാം. ഇങ്ങനെ നമുക്ക് തോന്നുന്ന രീതിയിൽ വിശ്വാസത്തെ വളച്ചൊടിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിവിടം കൊണ്ട് തീരുന്നില്ല.
ഇനി അങ്ങനെ മദ്യപിച്ച് ഒരാൾ കിടന്ന കട്ടിൽ, ആ കട്ടിലെ കിടന്നാൽ മദ്യപിക്കാൻ തോന്നും. കസേരയിൽ ഇരുന്ന് മദ്യപിച്ച് മരിച്ചുപോയ ഒരാളുണ്ട്, അതുകൊണ്ട് ആ കസേരയിൽ ഇരുന്നാൽ മദ്യപിക്കാൻ തോന്നും എന്നൊക്കെ വന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് പിന്നെ സിനിമാ തിയേറ്ററിൽ കയറാൻ പറ്റുമോ? നമുക്ക് പൊതുവിടങ്ങളിൽ പോയിരിക്കാൻ പറ്റും? എത്രയോ പേര് ഇരുന്നേക്കണതാ. അവിടെയൊക്കെ ശേഷിപ്പുണ്ടാവൂലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസി ഈ തെറ്റിദ്ധാരണകളിൽ പെട്ടുപോകുമ്പോൾ അയാൾ ഒരു ഭയത്തിന്റെ നിഴലിലേക്ക് തള്ളി മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് കട്ടില് പ്രശ്നം, കസേര പ്രശ്നം, അതിന് തിരിശേഷിപ്പിന്റെ ക്ലാസിഫിക്കേഷനൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ തിരിശേഷിപ്പുകൾ എന്ന് പറയുന്ന പോലെ ദുർശേഷിപ്പുണ്ടെന്നും അവയിലൂടെയൊക്കെ ശക്തി പ്രവഹിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ് ഈ തിരിശേഷിപ്പിന്റെ മാഹാത്മ്യം പറഞ്ഞതും സെബസ്ത്യാനോസിന്റെ മാഹാത്മ്യം പറഞ്ഞതും ഏലീഷായുടെ അത്ഭുതം പറഞ്ഞതും ഒക്കെ എന്തിനു വേണ്ടിയാണ്? ഇങ്ങനെ ഭൂമിയിൽ തിന്മയുടെ പ്രവർത്തനത്തിന് വസ്തുക്കളിലൂടെ സാധ്യമാകുമെന്ന് പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തിരിശേഷിപ്പുകൾക്ക് നേർ വിപരീതമായി ഒരു ദുർശേഷിപ്പുള്ളതായി സഭ പഠിപ്പിക്കുന്നില്ല. ഒരു അന്ധവിശ്വാസമാണത്. അത് എവിടെ നിന്ന് കിട്ടിയതാണെന്നൊക്കെ നമുക്ക് പിന്നാലെ വരുമ്പോൾ മനസ്സിലാകും. സമയദൈർഘ്യം കൊണ്ട് ഇന്നത്തെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ദുർശേഷിപ്പ് ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പല പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിശ്വാസബന്ധമായ വിഷയവും ലോകത്ത് കാണുന്ന അറിവുകളുമായി കൂട്ടിയിണക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്നൊരു വൈകല്യം കൂടിയാണ്. സൈക്കോളജിക്കലായ നിരവധി പഠനങ്ങളും കാര്യങ്ങളൊക്കെ ലോകത്തുണ്ട്. അതും വിശ്വാസവും തമ്മിൽ കൂട്ടിച്ചേർത്ത് വെച്ച് ചിന്തിക്കാനായിട്ട് ഇടയാകുമ്പോൾ പല അബദ്ധങ്ങളിലേക്ക് നമ്മൾ ചെന്നുപെടും. അതിൻ്റെ കൂടി അടയാളമാണ്. ഇന്നും വിമർശകരുണ്ടാവും, ആക്ഷേപങ്ങളുണ്ടാവും, ഒക്കെ മുറക്കി നടക്കട്ടെ. നിങ്ങൾക്കും അഭിപ്രായം പറയാം, നിങ്ങൾക്കും അഭിപ്രായം ഉണ്ടാകണം. നിങ്ങൾ എന്തായാലും ഇത് ശ്രദ്ധിക്കുമെങ്കിൽ, ഒരു എൻഗേജ്മെന്റ് നടക്കുമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ മനസ്സാക്ഷി വിശുദ്ധീകരിക്കപ്പെടും. നിങ്ങൾ വിശ്വാസത്തിൽ ഉറക്കും. എൻ്റെ ഒരു ബോധ്യം അതാണ്. നിങ്ങൾ എന്നെ എതിർക്കുമ്പോഴും എതിർത്തോളൂ, കുഴപ്പമില്ല. നിങ്ങൾ എന്നെ ആക്ഷേപിച്ചോളൂ, കുഴപ്പമില്ല. കേൾക്കുന്നവർ അങ്ങനെയുള്ളവരാകട്ടെ, അതിനോട് നമുക്ക് എതിർപ്പില്ല. നമ്മളൊരു ഫാൻസിന്റെ നിർമ്മാണമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസം പറയുക എന്നുള്ളതാണ്. അധികാരം സഭയുടേതാണ്. സഭയിൽ നിനക്കെന്ത് കാര്യം എന്ന് ചോദിച്ചാൽ ഞാനൊരു വിശ്വാസിയാണ് എന്നുള്ളതാണ് എനിക്കുള്ള കാര്യം. അത് എൻ്റെ ബോധ്യമാണ്. എന്നെ ദൈവം അയച്ചിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ബോധ്യമാണ്. എൻ്റെ 10-28 വർഷക്കാലത്തെ ജീവിതം ഈ വഴിയിൽ തിരിക്കാനിടയായതിന്റെ പിന്നിലുള്ളത് ഈ ബോധ്യമാണ്. ആ ബോധ്യത്തിലാണ് ഞാൻ ചെയ്യുന്നത്. എന്നെ നിങ്ങൾക്ക് വിമർശിക്കാം, തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം. സഭാപ്രബോധനമല്ലാതെ എന്തെങ്കിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, പ്രബോധനത്തിനെതിരായി പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അത്തരത്തിൽ പിഴവുകൾ ഉണ്ടാകുമ്പോൾ തിരുത്തുമെന്ന് തന്നെയാണ് നമ്മുടെ ബോധ്യം. അതുകൊണ്ട് വിമർശഭാവത്തോടെ ഈ സംഭാഷണങ്ങളെ സമീപിക്കുന്ന രീതി നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഒരാളോടൊന്നുമല്ല, നിരവധിയായ കാര്യങ്ങളോട്. ഇപ്പം പേഴ്സിൽ 11 വർഷം കൂടിയിരുന്ന പിശാച് എന്നൊക്കെ പറഞ്ഞു വരുന്ന പ്രഘോഷണങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ കണ്ടുമുട്ടുന്ന അന്ധവിശ്വാസങ്ങളെ അവിടെ വെച്ച് എതിർക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയാണെന്ന ധാർമ്മിക ബോധമാണ് എന്നെ നയിക്കുന്നത്. കേൾക്കുന്ന ഏവർക്കും അത്തരത്തിലുള്ള ബോധ്യങ്ങളിലേക്ക് വരാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.